ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അന്ന് അവിടെ വെച്ച് ഞാൻ ഉപേക്ഷിച്ച ഏറ്റവും പ്രിയപ്പെട്ട വസ്തു കേശവന്റെ വെള്ളിരൂപയായിരുന്നില്ല, നിന്റെ അമ്മയായിരുന്നു. എന്ത് നേടിയാലും ഒരാണിന് നഷ്ടപ്പെട്ടാൽ പകരം കിട്ടാത്തതൊന്നേ ഉള്ളൂ, അവന്റെ പെണ്ണ്. ഇല്ല, ഞാൻ മരിക്കില്ല. ഈ ലോകത്തിലെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്റെ മുന്നിൽ ഒരാൾ വരും. നീ മുറിച്ചെറിഞ്ഞ ഞങ്ങളുടെ പ്രണയത്തിൽ ചുവന്ന നക്ഷത്രം. We meet again, Mr. Joseph Daniel. സോറി. 20 വർഷങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിച്ചതാണ് ആ വാക്ക്. നീ പോയി എന്നവൾ പറഞ്ഞപ്പോ അത് കാലം എനിക്ക് വിധിച്ച ശിക്ഷയാണെന്ന് കരുതി. ഇനി വയ്യ. I'm sorry. പഴയ ജയ ഇത്ര മെലോ ഡ്രാമാറ്റിക് ആയിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ആ സസ്പെൻസ് ഡേവിഡ് അന്നേ പൊളിച്ചതാണ്. സർ, എനിക്കൊന്നും വേണ്ട. പൈസയോ പുതിയ സിനിമയോ ഒന്നും. ഒരു ഉപകാരം ചെയ്യണം. താര, അവൾ അറിയരുത് ഒന്നും, ഒരിക്കലും. ഓഫ് കോഴ്സ്. അവൻ അത്ര വലിയ ത്യാഗമൊന്നും നിന്നോട് ചെയ്തു എന്ന് വിചാരിക്കണ്ട. നീ ഇവിടെ ഉള്ള കാര്യം അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. എനിക്കറിയാം, വിളിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. Happy birthday, Baba! ആളെ ഇവിടെ വരെ പെടാപ്പാട് പോയിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇനി മമ്മിക്ക് പറയാനുള്ളതൊക്കെ ഉള്ളിൽ വെച്ച് ഹാർട്ടിന് കേടുണ്ടാക്കാതെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. 10-15 വർഷമായിട്ട് ഞാൻ ഈ അനുഭവിച്ചതൊക്കെ ഒറ്റ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. മിസ്റ്റർ ഡേവിഡ് ഇപ്പൻ അയാളുടെ ജോലി ഭംഗിക്ക് ചെയ്തു. ഐ ഡോണ്ട് നോ, മേ ബി ഡിവോഴ്സ് മാനിയായിട്ട് കൊടുത്തതിന്റെ നന്ദി വല്ലതും ആയിരിക്കും. അപ്പോ എന്റെ റോൾ ഇവിടെ തീരുവാ. ഓക്കെ, ഒരു കാര്യം മറന്നു.
Here you go. Cruise tickets. ഞാൻ തൊണ്ട പൊട്ടിപ്പാടി ഉണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ചതാ. ഇനി ഇതും കൂടെ കയറി കളയല്ലേ? അപ്പോ bonne nuit, bon voyage, adios. നിന്നോട് എനിക്ക് അന്ന് തോന്നിയ ദേഷ്യം മാഞ്ഞു പോയത് ഞാൻ പറഞ്ഞ ആ കള്ളത്തിന് മുന്നിൽ ഡേവിഡ് തോൽക്കുന്നത് കണ്ടപ്പോഴാണ്. ജയിക്കാനുള്ള അവസരം പിന്നെ അയാൾക്ക് കിട്ടിയിട്ടില്ല ഒരിക്കൽ പോലും. ഹിമയുടെ പേരൻ്റ് എന്ന സൊസൈറ്റിയുടെ മുന്നിലുള്ള അയാളുടെ അവകാശം അത് മാത്രം നിഷേധിക്കരുതെന്നായിരുന്നു പാവത്തിൻ്റെ റിക്വസ്റ്റ്. ഹിമ അവൾ എൻ്റെ മകളല്ല. അവളേതോ ഒരു ജോസഫ് ഡാനിയലിന് സോഫിയ ഗോഡ്ഫ്രെ എന്നൊരു പാവം പെൺകുട്ടിയിലുണ്ടായ ഒരു അസത്ത് കൊച്ചാണ്. നമ്മൾ പിരിയുമ്പോൾ നിനക്ക് മുന്നിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ജയ. ഐ ഹാഡ് നത്തിങ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ നീ എനിക്ക് തന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. You gave me hope, and I named her Hima. ഇത്രയും കാലം എന്നെ എന്താ വിളിച്ചത്? തെറി, നല്ല പച്ച തെറി. അത്രയും പാപമൊന്നും എന്റെ അക്കൗണ്ടിലില്ല. അതൊന്നടങ്കം ഒരു നെഞ്ചിൻകോട്ടിലിരുന്ന് പടോ എന്ന് പൊട്ടുന്നത് ഞാൻ എൻ്റെ അമ്മേന്റെ നെഞ്ചി തല വെച്ചുറങ്ങുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പം വന്നിരുന്നു. അയാൾ എന്നെ ഒന്ന് വിളിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ലല്ലോ. നിനക്കെന്താണ് ഇത്രയ്ക്ക് ഫാദർ അലർജി? വേണ്ട സമയത്തൊന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ല. Why don't you give him another chance? ഒന്നുമില്ലെങ്കിലും സ്വന്തം അപ്പനല്ലേ. ആ ബോധം ആ കഴുതയ്ക്ക് വേണ്ടേ? മുറിച്ച് മാറ്റിയത് കൂട്ടിച്ചേർത്ത് വെച്ച ഈ രാത്രിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവം ചേർത്ത് വെച്ചതിനെ വേർപെടുത്താൻ അവനവന് പോലും അവകാശമില്ല താര.